ഹായ് എവ്രി വൺ. ഇന്ന് നമ്മളുള്ളത് മാളിയേക്കൽ ഹെറിറ്റൻസ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. ചെറായി ബീച്ചിലുള്ള ഒരു റിസോർട്ടാണിത്. ഇതിന് മുന്നേ ചെറായി ബീച്ചിൽ വന്നപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ വന്നൊന്ന് സ്റ്റേ ചെയ്യണം. കാരണം നമ്മൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ഒന്ന് സ്റ്റേ ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയ ഒരു സ്ഥലമായിരുന്നു. കാരണം അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളും അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അവരുടെ എല്ലാ കോട്ടേജസും വില്ലയൊക്കെ ചെയ്തേക്കുന്നത്. ചുറ്റുമുള്ള മരങ്ങളും ചെടികളും ഒക്കെ ആണെങ്കിൽ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾക്ക് പറ്റിയൊരു പ്ലേ ഏരിയ ഉണ്ട്. എനിക്ക് കുഞ്ഞൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ വിചാരിച്ചായിരുന്നു ഇവിടെ ഒന്നൊന്ന് സ്റ്റേ ചെയ്യണമെന്ന്. ഇപ്പോഴാണ് സമയമൊക്കെ ഒത്തു വന്നത്. അപ്പോൾ ഇവിടുത്തെ റിസപ്ഷനാണ്. ഇവിടെ റിസപ്ഷനിൽ നമ്മൾ ചെക്കിനൊക്കെ ചെയ്തിട്ട് നമ്മുടെ കോട്ടേജിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന രണ്ട് സൈഡിലും വേറെയും കോട്ടേജസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം വുഡൻ കോട്ടേജസ് ആണ് കേട്ടോ. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഒരു വുഡൻ കോട്ടേജ് വിത്ത് ജക്കൂസിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടേജസ് ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് തന്നെ നേരെ കാണുന്നതൊരു ലേക്കാണ്. പൊയിൽ എന്ന് പറഞ്ഞ ലേക്കാണ്. റിസോർട്ടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ബീച്ച്. ഇത് തൊട്ട് പുറകിലായിട്ട് ലേക്ക്. എന്ത് ആപ്റ്റായിട്ടുള്ള പ്ലേസ്മെൻ്റ് അല്ലേ റിസോർട്ടിൻ്റെ. ഇത് ഈ റിസോർട്ട് നമ്മുടെ കോട്ടേജിനകത്ത് കയറിയിട്ടുള്ളൊരു വ്യൂ ആണ്. കോട്ടേജിനകത്ത് ബാക്കിയുള്ളൊരു 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ കാണുന്ന പോലത്തെ 5 സ്റ്റാർ അല്ലെങ്കിൽ ഒരു 4 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ കാണുന്ന പോലെ. പക്ഷേ എനിക്ക് അതിൻ്റെ ജസ്റ്റ് ഇറങ്ങുമ്പോൾ ഉള്ളൊരു എൻട്രൻസ്, ആ വെറാന്ത ഏരിയ ആണ് ഇഷ്ടപ്പെട്ടത്. അവിടെ നിന്നുള്ള വ്യൂ, അതിനാണ് നമ്മൾ കാശ് കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പുറത്തിറങ്ങിയിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ആ ലേക്കും അവിടെ ഫിഷിങ്ങിനൊക്കെയുള്ള ആൾക്കാരെ കാണാം. രാവിലെയൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റും. വാഷ്റൂം അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ജക്കൂസി ഉള്ള സ്ഥിതിക്ക് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ ഈവനിങ് ബീച്ചിലൊക്കെ പോയിട്ട് വന്നിട്ട് ജക്കൂസിയിലായിരുന്നു കുറച്ച് നേരം റിലാക്സ് ചെയ്തത്. നല്ല LED സ്പാ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു. നല്ല വിശപ്പായതുകൊണ്ട് ലഞ്ചിൻ്റെ സമയമാണ്. അപ്പം ഇവരുടെ റെസ്റ്റോറൻറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ്. വേവ്സ് എന്നാണ് റെസ്റ്റോറൻറ്റ് പേര്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വേവ്സിലേക്ക് വന്നതാണ്. ഞങ്ങൾ കൂടുതൽ സീ ഫുഡാണ് ട്രൈ ചെയ്തത്. അവിടുത്തെ സ്പെഷ്യാലിറ്റി സീ ഫുഡാണെന്ന് തോന്നുന്നു. സോ അവിടുത്തെ ഭയങ്കര ഫ്രഷും പെർഫെക്റ്റ്ലി സ്പൈസ്ഡ് ആയിട്ടുള്ള സീ ഫുഡാണ്. ലൈക്ക് എവറി ബൈറ്റിൽ നമുക്ക് ആ ഒരു ഗുഡ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും. എനിക്ക് അവിടുത്തെ പ്രോൺസൊക്കെ കഴിക്കാൻ വീണ്ടും അങ്ങോട്ട് പോകണം എന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത്രയും ടേസ്റ്റായിരുന്നു അവിടുത്തെ ഫുഡൊക്കെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കോട്ടേജിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്. ഈവനിങ് ചായയുടെ സമയമൊക്കെ ആയി. പിന്നെ ഒന്ന് ചുറ്റിക്കറങ്ങും ബാക്കി ആക്ടിവിറ്റീസൊക്കെ ട്രൈ ചെയ്യണമല്ലോ. ഒരു ഫിഷിങ്ങിനൊക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പം ഞാനവിടെ കുറേ നേരം ആ ലേക്കിൽ പോയിട്ട് ചൂണ്ടയിട്ടിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ചൂണ്ടയിട്ട് ഫിഷ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷമയുള്ള പരിപാടിയാണ്. പക്ഷെ നമുക്ക് കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും ക്ഷമിച്ച് നിൽക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പക്ഷേ ഇവിടെ സ്റ്റാഫൊക്കെ ഇവിടുന്ന് ഫിഷ് പിടിച്ചിട്ട് കുക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ വേറൊരു ഓപ്ഷൻ കൊടുത്തു കേട്ടോ. കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ ആ പൂളിൽ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുത്തു. ചെറിയൊരു ചൂണ്ടയൊക്കെ ഇട്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ അതിൽ ഒത്തിരി ഫിഷ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ ഫിഷൊക്കെ കിട്ടി കേട്ടോ. പക്ഷേ ഇങ്ങനെ കുറച്ച് ഫിഷിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുറ്റബോധം വന്നത് ആ ഫിഷ് പിടയ്ക്കുന്നതൊക്കെ കണ്ടിട്ട്. എന്ന് കരുതി നാളെ മുതൽ ഞാൻ ഫിഷ് കഴിക്കത്തില്ല എന്നല്ല, ബട്ട് ഫിഷിംഗ് എന്തായാലും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളതുകൊണ്ട് ചായയൊക്കെ കഴിക്കാൻ വന്നത് അവിടെ ആ ലേക്കിലേക്ക് ഇറങ്ങി കിടക്കുന്ന രീതിയിലൊരു ഫ്ലോട്ടിംഗ് മാതിരിയുള്ള റെസ്റ്റോറൻ്റാണ്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ് അവരുടെ. ഇവിടെ പ്രൈവറ്റ് ഡിന്നറൊക്കെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ പെഡൽ ബോട്ടിങ്ങിന് പോയി ലേക്കിൽ. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ശരിക്കും സമയം പോയതേ അറിഞ്ഞില്ല. അവിടെ അധികം റഷൊന്നുമില്ല. കാരണം ഈ പെഡൽ ബോട്ടിങ് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഉള്ള ഒരു ഓപ്ഷൻ ആയതുകൊണ്ട്, നമ്മളൊരു വീക്ക് ഡേ ആയതുകൊണ്ടും തിരക്കേ ഇല്ലായിരുന്നു. അപ്പോൾ നല്ലൊരു റിലാക്സ്ഡ് ആയിട്ട് കണ്ടോ ആ സമയം മാറിയത് കണ്ടോ. പെട്ടെന്ന് സൺസെറ്റൊക്കെ. ഞങ്ങൾ ഒത്തിരി നേരം അവിടെ ആ പെഡൽ ബോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് തോന്നി. ഇങ്ങനെ ലേക്കിൻ്റെ ഒത്ത നടുക്ക് നമ്മൾ മാത്രമായിട്ട് നിന്നപ്പോൾ ഭയങ്കര ഒരു രസമായിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് വെറുതെ ഊഞ്ഞാലൊക്കെ ആടി ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും ഓഫീസിൻ്റെയും ബാക്കി തിരക്കുകളുടെ ഇടയിൽ നിന്നൊക്കെ മാറിയപ്പോൾ വേറെ ആരും ആയതുപോലെ തോന്നി. ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് തോന്നി മനസ്സൊക്കെ. സൈക്ലിംഗ് ഒക്കെ കൊച്ചിലെ പഠിച്ച കാര്യങ്ങളൊന്നും മറക്കില്ല എന്നിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ടൊക്കെ ഒരു കുഞ്ഞു പുറകെ ഓടി വരുന്ന കേട്ടോ. കുഞ്ഞിലേ പഠിച്ച സൈക്ലിംഗ് ഒക്കെ എനിക്ക് കയറിയപ്പോൾ ഒരു വിറയലല്ല, എന്നാലും ബാലൻസ് കിട്ടുമെന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നെങ്കിലും പക്ഷേ പിന്നെ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ബീച്ചിലേക്ക് വന്നു. ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ കുറേ നാളായി ബീച്ചിലൊക്കെ പോയിട്ട്. ബീച്ചിലേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ശരിക്കും കൊച്ചു കുട്ടിയായതുപോലെ തോന്നി. ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. എന്തോ മനസ്സിലിങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ബീച്ചിലൊക്കെ പോയപ്പോൾ. അതേ ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരം അവിടെ സാൻഡ് കാസിലൊക്കെ ഉണ്ടാക്കി. കുഞ്ഞിന് അവിടെ തന്നെ മേടിക്കാൻ കിട്ടുമായിരുന്നു സാൻഡ് കാസിൽ ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ. അത് അവൻ തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്തൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും
തിരിച്ച് അവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമ്മുടെ റിസോർട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ലൈറ്റ്സ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് തന്നെ എന്ത് രസമായിരുന്നു കാണാൻ. ഇപ്പോൾ നമ്മുടെ കോട്ടേജിലേക്ക് പോകുന്ന വഴി ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മുടെ ഇത്രയും ആക്ടിവിറ്റീസ് കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ലേക്കിൻ്റെ സൈഡിലേക്കൊക്കെ വന്നതാണെന്ന്. അപ്പോൾ ലേക്കിലൊക്കെ വന്ന് നമ്മൾ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അവിടെ അത്ര വെയിലില്ല, ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ലേക്കിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, വെയിലാണേ. അപ്പോൾ നമ്മൾ തിരിച്ച് ബാഗ് എടുത്ത് പാക്ക് ചെയ്ത് ഇറങ്ങി കേട്ടോ. കാരണം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമായി 12 മണിക്കാണ്. അപ്പോൾ ബാഗ് എടുത്ത് ഇറങ്ങിയ കൂട്ടത്തിൽ നമ്മൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ വിട്ടുപോയി ഇന്നലെ. അപ്പോൾ ബാസ്ക്കറ്റ് ബോളും കൂടി കളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, പിന്നെ ഗെയിംസ് ഏരിയ ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. സ്വിമ്മിംഗ് പൂളിൽ തന്നെ എനിക്ക് നീന്താൻ അറിയത്തില്ല. പിന്നെ ഗെയിംസിൻ്റെ അങ്ങോട്ട് പോകാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒത്തിരി ബിസി ആയിരുന്നല്ലോ, ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കി വെച്ചാലല്ലേ അപ്പം നമുക്ക് വീണ്ടും വരണം എന്ന് തോന്നുള്ളൂ. അപ്പോൾ വീണ്ടും വരണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ബൈ.